കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം. യേശുക്രിസ്തുവിൻ്റെ വന്യനാമത്തിൽ, അതിവിശുദ്ധ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇനി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന സങ്കീർത്തനം 46-ാമത്തെ അധ്യായത്തിലെ 1, 2, 3 വാക്യങ്ങളാണ്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഈ ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാക്കുന്നു, കഷ്ടങ്ങൾ അവൻ ഏറ്റവും അടുത്ത തുണ. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും അതിനെ വെള്ളം ഇരച്ചു കലങ്ങിയാലും അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടേണ്ട എന്നാണ്. അപ്പം ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാണ്. ഇത് 46-ാമത്തെ സങ്കീർത്തനമാണ്. എന്നാൽ സാധാരണ സങ്കീർത്തനങ്ങളെല്ലാം ദാവീദ് രാജാവാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ കുറച്ച് വേറെ ആൾക്കാരും എഴുതിയിട്ടുണ്ട്. അതിൽ കോരഹ് പുത്രന്മാരാണ് ഇത് എഴുതിയിരിക്കുന്നത്. കോരഹ് പുത്രന്മാരുടെ ഒരു സങ്കീർത്തനമാണിത്. കോരഹ് എന്ന് പറയുന്ന ആൾ പഴയ നിയമത്തിൽ സംഖ്യാപുസ്തകത്തിൽ നമുക്ക് കാണാൻ പറ്റും. സംഖ്യാപുസ്തകത്തിലെ 25-ാമത്തെ അധ്യായത്തിലും അതുപോലെ തന്നെ സംഖ്യാപുസ്തകത്തിൽ നമുക്ക് 16-ാമത്തെ അധ്യായത്തിലും കാണാൻ പറ്റും. കോരഹ് എന്ന് പറയുന്ന ആൾ മോശയ്ക്കെതിരായിട്ട് പ്രവർത്തിച്ച ആളാണ്. മോശയെ ദൈവം വേർതിരിച്ച ഒരാളാണ്. ദൈവം പറയുന്ന അനുസരിച്ചാണ് മോശ ചെയ്തിരുന്നത്. അപ്പോൾ മോശയ്ക്ക് വിരോധമായിട്ട് കോരഹ്, ദാഥാൻ, അരാബ് ഈ 3 വ്യക്തികൾ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ കോരഹ് ദൈവത്തിന് എതിരായിട്ട്, മോശയ്ക്കെതിരായിട്ട് ദൈവത്തിന് വിരോധമായിട്ട് പ്രവർത്തിച്ചു. അവർ സമാഗമന കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന ആൾക്കാരായിരുന്നു. അപ്പോൾ കോരഹ് ദൈവത്തിൽ നിന്ന് വിട്ടുമാറി മോശയ്ക്കെതിരായിട്ട് പ്രവർത്തിച്ചപ്പോൾ ദൈവത്തിൻ്റെ കോപം അവരിൽ ജനിച്ചു. അവരെ ഭൂമി പിളർന്ന് കോരഹിനെയും അവൻ്റെ കൂട്ടരെയും എല്ലാം കൂടെ പാതാളത്തിലേക്ക് പോയി. ഭൂമി പിളർന്ന് അവരെ താഴോട്ട് പോയി എന്നാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ കോരഹിൻ്റെ പുത്രന്മാർ പിതാവിൻ്റെ വഴിയെ നടക്കാതെ അവർ ദൈവത്തിൻ്റെ വഴിയിൽ കൂടി നടന്നു. അവർ ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തി ജീവിച്ചു. അപ്പോൾ അവർ എഴുതിയ ഒരു പുസ്തകമാണ്, അവരെഴുതിയ ഒരു സങ്കീർത്തനമാണ് നമ്മളിപ്പോൾ വായിച്ചത്. ദൈവം എൻ്റെ സങ്കേതമാകുന്നു, ദൈവം നമ്മുടെ സങ്കേതവും കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയുമായിരിക്കുന്നു. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും അല്ലെ വെള്ളം ഇടിച്ചു കൊല്ലും അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടേണ്ട, ദൈവം നമ്മുടെ സങ്കേതമാകുന്നു എന്നാണ് അവർ എഴുതിയിരിക്കുന്നത്. അപ്പം അവർ കോരഹിൻ്റെ പിതാവിൻ്റെ വഴിയെ പോകാതെ അവർ ദൈവത്തിൻ്റെ വഴിയിൽ കൂടി സഞ്ചരിച്ച ആൾക്കാരാണ്. അതാണ് കോരഹിൻ്റെ പുത്രന്മാർ. കോരഹ് എൻ്റെ ഒരു ഫാമിലിയിൽപ്പെട്ട ഒരാളാണ് ശോമൽ പ്രവാചകൻ. കോരഹിന് ആ മരണം ഭൂമി പിളർന്ന് അവർ പാതാളത്തിലേക്ക് പോയി. അതാണ് നമുക്കിന്ന് കാണാൻ പറ്റുന്നത്. അപ്പം സംഖ്യാപുസ്തകത്തിൽ 35-ാമത്തെ അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്, കർത്താവ് എഴുതിയിട്ടുണ്ട്, ലേവ്യർക്ക് 6 സങ്കേത നഗരങ്ങൾ കൊടുക്കണമെന്ന് എഴുതിയിട്ടുണ്ട്. അവരുടെ ഭാഗങ്ങളെല്ലാം അവർക്ക് ഭാഗിച്ചു കൊടുക്കണമെന്ന് എഴുതിയിട്ടുണ്ട്. അത് സങ്കേത നഗരങ്ങൾ എഴുതിയിട്ടുണ്ട്. സങ്കേത നഗരങ്ങൾ എന്ന് പറഞ്ഞാൽ, ആ സങ്കേത നഗരങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുത്തനെ അബദ്ധവശാൽ കൊന്നാൽ അവനെ പെട്ടെന്ന് ഈ സങ്കേത പട്ടണത്തിലേക്ക് വന്നാൽ അവന് പിന്നെ ശിക്ഷ കിട്ടുകയില്ല. അതാണ് 6 സങ്കേത നഗരങ്ങൾ. ദൈവം നമ്മുടെ സങ്കേതമാകുന്നു. നമുക്ക് രക്ഷയുടെ ഒരു അനുഭവമാണ് സങ്കേതം. നമ്മളെ സംരക്ഷിക്കുന്ന ഒരു ഭവനമാണ് സങ്കേത നഗരം, സങ്കേത ഭവനം എന്നൊക്കെ പറയുന്നത്. അപ്പം ദൈവം നമ്മളെ ആ സങ്കേത ഭവനത്തിലായിരിക്കുമ്പോൾ അവന് ശിക്ഷ കിട്ടുകയില്ല. അതാണ് നമ്മുടെ ജീവിതമൊക്കെ ഒരു കുമിള പോലെയാണ് അല്ലേ. നമ്മൾ നല്ല കുമിളകളൊക്കെ കാണാൻ നല്ല രസമല്ലേ, നല്ല ഭംഗിയുള്ളതും കാണുവാൻ കണ്ണിന് കാഴ്ച ഭംഗിയുള്ളതുമാണ് കുമിളകൾ. പക്ഷേ ഒരു നിമിഷം കൊണ്ടത് പൊട്ടിപ്പോകും എന്ന് പറഞ്ഞ പോലെയാണ് നമ്മുടെ ജീവിതങ്ങളെല്ലാം. നമുക്ക് ധനം, സൗന്ദര്യം, അതുപോലെ തന്നെ പ്രശംസ,
അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ എത്ര തന്നെ നേടിയാലും നമ്മുടെ ജീവിതം ഒരു നീർക്കുമുള പോലെയാണ്. നമ്മളൊന്നും യാതൊന്നും കൊണ്ടുപോകുകയില്ല. ഇത് പക്ഷെങ്കിൽ ദൈവം നമ്മുടെ സങ്കേതമാകുന്നു. ദൈവത്തിൽ ആശ്രയിച്ചാൽ നമുക്ക് യാതൊന്നിനും ബുദ്ധിമുട്ടുണ്ടാകുകയില്ല. ദൈവം നമ്മുടെ സങ്കേതമാകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും നല്ല തുണയാണ്. ഈ ലോകത്തിലെ ജീവിതം എന്ന് പറഞ്ഞാൽ കഷ്ടനഷ്ടങ്ങൾ ചേർന്നാണ്. ഈ ഒരാളുടെ ജീവിതത്തിൽ പല ഫേസിൽ കൂടെയാണ് കടന്നു പോകുന്നത്. ചിലർക്ക് കഷ്ടങ്ങളുണ്ടാകും, ചിലർക്ക് ദുഃഖങ്ങളുണ്ടാകും, ചിലർക്ക് രോഗങ്ങളുണ്ടാകും, ചിലർക്ക് നല്ല കാലം ഉണ്ടാകും. പക്ഷെങ്കിൽ ആ ഫേസ് എല്ലാം കടന്നു പോയിട്ടാണ് നമുക്ക് ഒരു ജീവിതം, നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു പട്ടുമെത്തയല്ല, പല ഫേസിൽ കൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പം നമ്മൾ ദൈവത്തെ മുറുകെ പിടിച്ചാൽ, ദൈവത്തിൽ നമ്മുടെ സങ്കേതമായിട്ട് നമ്മൾ കരുതിയാൽ, അവനൊരിക്കലും നമ്മളെ കൈവിടുകയില്ല. എത്ര തന്നെ എത്ര തന്നെ നമുക്ക് കഷ്ടങ്ങൾ വന്നാലും ആ കഷ്ടങ്ങളിൽ നമുക്ക് തുണയാണ്. കഷ്ടങ്ങളിൽ ദൈവം നമുക്ക് തുണയാണ്. അപ്പോൾ നമ്മൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. നമുക്ക് വിഷമങ്ങൾ വരുമ്പോഴും സങ്കടങ്ങൾ വരുമ്പോഴും നമുക്ക് രോഗങ്ങൾ വരുമ്പോഴും നമ്മളെ തുണയ്ക്കുവാൻ നമ്മുടെ ദൈവമുണ്ട് എന്ന ഒരു വിശ്വാസം നമ്മളിലുണ്ടെങ്കിൽ നമുക്കതിൽ നിന്നെല്ലാം അതിജീവിക്കാൻ പറയാം. അതുപോലെ തന്നെ അതുകൊണ്ട് ഭൂമിക്കുലി മാറിപ്പോയാലും, പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും, അതിലെ വെള്ളം ഇരച്ചു കലങ്ങിയാലും, അതിൻ്റെ കോപം പർവ്വതങ്ങളിലേക്ക് കുലുങ്ങിയാലും നാം ഒരിക്കലും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ആപത്തും ഒരനർത്ഥവും സംഭവിക്കുകയില്ല എന്നൊരു ദൃഢനിശ്ചയമാണ് വേണ്ടത്. അപ്പോൾ കോരഹ് പുത്രന്മാർ ദൈവത്തെ അതുപോലെ മനസ്സിലാക്കിയ പുത്രന്മാരാണ്. അവർ ദൈവത്തിൻ്റെ വഴിയിൽ കൂടി നടന്ന മക്കളാണ്. അവരാണ് ഇത് എഴുതിയിരിക്കുന്നത്, ഈ സങ്കീർത്തനം എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ലോകത്തിൽ നശിച്ചു പോകുന്ന ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ സങ്കേതം നമ്മുടെ ദൈവമായിരിക്കണം. ആ സങ്കേതത്തെ വിട്ട് നമ്മൾ മാറിപ്പോകരുത്. ആ കഷ്ടങ്ങൾ അവൻ നമുക്ക് തുണയായിരിക്കും. എത്ര തന്നെ നമ്മുടെ ശത്രുക്കൾ നമ്മളെ എത്ര തന്നെ അപായപ്പെടുത്താൻ നോക്കിയാലും, നമ്മളെ നശിപ്പിക്കാൻ നോക്കിയാലും, നമുക്ക് ജീവഹാനി വരുത്താൻ നോക്കിയാലും, അതിൽ നിന്നെല്ലാം നമ്മളെ വിടുവിക്കുവാൻ പ്രാപ്തനാണ് നമ്മുടെ സങ്കേതമായ നമ്മുടെ ദൈവം. ആ സങ്കേതത്തിൽ നമ്മൾ ആശ്രയിക്കുമ്പോൾ നമുക്കൊന്നിനും ഒരു കുറവില്ല. നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക, ദൈവത്തിൻ്റെ പ്രസാദകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കുക, നന്മ ചെയ്യുക, ദോഷം വിട്ടാൽ അകലുക. ഇവയിൽ കൂടി നമ്മൾ കടന്നു പോകാമെങ്കിൽ നമ്മുടെ ജീവിതം ധന്യമാകും. നമ്മുടെ ജീവിതം എപ്പോഴും ദൈവത്തിൽ സമർപ്പിക്കുക. ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും നീ നടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും എപ്പോഴും ദൈവത്തെ ധ്യാനിച്ചുകൊണ്ടിരിക്കുക. ധ്യാനിച്ചാൽ മാത്രം പോരാ, ദൈവത്തിൻ്റെ നല്ല പ്രവൃത്തികളും ചെയ്യുക. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം വെറും സീറോയാണ്. അപ്പം നമുക്ക് വിശ്വാസം മാത്രമല്ല നമുക്ക് വേണ്ടത്, നമ്മുടെ പ്രവൃത്തിയിൽ കൂടി അത് തെളിയിച്ച് നമ്മൾ മറ്റുള്ളവരെ കാണിക്കണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം നമ്മുടെ ദൈവം നമ്മുടെ സങ്കേതമാകുന്നു. കഷ്ടങ്ങളിൽ അവൻ നമുക്ക് തുണയാകുന്നു. എന്ത് ആപത്തോ അപകടങ്ങൾ വന്നാലും നമ്മളെ സംരക്ഷിക്കുവാനും നമ്മുടെ സങ്കേതമായ ദൈവത്തിന് സാധിക്കും. അതുകൊണ്ട് നമ്മൾ എന്തുകൊണ്ടും ഭയപ്പെടേണ്ട, ദൈവത്തിൽ ആശ്രയിക്കുക. ഇതാണ് എനിക്ക് നിങ്ങളോട് ഇന്ന് തരാനിരിക്കുന്ന മെസ്സേജ്. അപ്പോൾ ഈ മെസ്സേജ് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക്, കമൻറ്റ്, സബൊക്കെ ചെയ്യാൻ മറക്കരുത്. ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവത്തിൻ്റെ തുണ എപ്പോഴും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. God bless you all. Have a nice and blessed day. Bye.